എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ കാർ പോർച്ചിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ചട്ടിയിലായിട്ട് റോസ് കളറിലുള്ള ബോഗൻവില്ല വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വല്ലാണ്ട് വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലേക്ക് നീട്ടി ഒരു ആർച്ച് പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ കെട്ടിക്കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു കോണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ കെട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോണിയുടെ പൊസിഷൻ ശരിയല്ല എന്ന് തോന്നിയിട്ട് ഞാൻ വീണ്ടും താഴേക്ക് ഇറങ്ങി കോണിയൊക്കെ ശരിയാക്കിയിട്ട് ആദ്യം വീണ്ടും അതിനെ വലിച്ച് കെട്ടുകയാണ്. അപ്പോൾ അതൊരു ആർച്ചും അതിൽ നിൽക്കുമ്പോൾ അതിൽ നിറച്ച് പൂവിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാവും. ഇത് വിചാരിച്ചിട്ടാണ് ഞാൻ ആ രണ്ട് സൈഡിലും വലിയ ചട്ടിയിൽ ഈ ബോഗൻവില്ല കൊണ്ട് വച്ചേക്കണം കേട്ടോ. പിന്നെ ഞാൻ കയറി നിൽക്കുന്ന കോണി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും തട്ടായിട്ടുള്ള രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ചു വയ്ക്കാവുന്ന കോണിയാണ്. അത് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ളൊരു കോണിയാട്ടോ. നമ്മൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ഫാൻ തുടയ്ക്കാനോ എന്തെങ്കിലും ഒരു ബൾബ് മാറ്റിയിടാനോ ഒക്കെ കയറി നിൽക്കാൻ വളരെ ഉപകാരമുള്ള കോണിയാണ്. നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കോണി വാങ്ങണം. ഒരു 10,000-3000 രൂപയുടെ അടുത്തേ ഇതിന് വരുള്ളൂ. ഇത് വാങ്ങുന്നതിന് മുമ്പ് ഞാൻ കസേരയുമൊക്കെ കയറി നിന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ഒപ്പിക്കാറ്. ഇപ്പോൾ ഈ കോണി ഉള്ളപ്പോൾ എനിക്ക് വളരെ സൗകര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് യാതൊരു റിസ്ക് ഇല്ലാതെ മുകളിൽ കയറി നിന്നിട്ട് എല്ലാം ചെയ്യാം. അപ്പോൾ എല്ലാ കമ്പുകളെയും ഒതുക്കി ഞാനിങ്ങോട്ട് ചേർത്ത് കെട്ടി വെച്ചേക്കാണ്. എല്ലാം വളർന്ന് ഒരുമിച്ച് വളർന്ന് അതിലൊക്കെ പൂവിടുമ്പോൾ നല്ലൊരു ആർച്ച് പോലെ ആവുന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ഞാനിരിക്കണേ. എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർ, പഴയ വീഡിയോ എന്ന് വെച്ചാൽ ഒരു രണ്ടാമത്തെ ലോങ് വീഡിയോ കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. ഈ ചൈന ഡോളിൻ്റെ താഴെ ഞാൻ പുല്ലാണ് വളർത്തിയിരുന്നത്. അത് വയസ്സായപ്പോൾ ഞാൻ ആ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ പുല്ലൊക്കെ വലിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയപ്പോൾ അവിടെ എന്തോ ഭയങ്കര ഒരു ശൂന്യത, ഒന്നുമില്ലാത്ത മാതിരി. അപ്പോൾ എന്തായാലും മെയ് വരെ പൂക്കാലല്ലേ, അപ്പോൾ കുറച്ച് പൂവുള്ള ചെടികൾ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൊങ്ങിണിയും അതുപോലെ തന്നെ ജമന്തിയും വാങ്ങിയിട്ടുണ്ട്. പല കളറിലുള്ള 3 ജമന്തി വാങ്ങിയിട്ടുണ്ട്. കൊങ്ങിണിക്കും ജമന്തിക്കും വലിയ വിലയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിറച്ച് പൂവിടുകയും ചെയ്യും. നമുക്ക് ഒരു മെയ് വരെ ഒരു ഭംഗിയുള്ള കാഴ്ചയാവും ചെയ്യും. ഞാൻ നടുന്ന രീതി കണ്ട് നിങ്ങളാരും അനുകരിക്കേണ്ട കേട്ടോ. ഞാൻ ചെടികൾ ഇങ്ങനെയൊക്കെയാണ് നടുക. എൻ്റെ ഇഷ്ടത്തിനൊരു കുഞ്ഞു കുഴിയൊക്കെ കുഴിച്ച് അതിൽ നടുക ചെയ്യുക. പക്ഷേ പിന്നീട് ഞാൻ അവരെ പരിചരിക്കുന്നത് കൊണ്ടായിരിക്കാം എല്ലാ ചെടികളും ധാരാളം പൂവിട്ട് തരാറുണ്ട്. പിന്നെ ജപ്പാനിലെ ഇക്കിഗായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജപ്പാൻകാർക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ് എന്നാണ് പറയുന്നത്. കാരണം അവർ ഇക്കിഗായി എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് അത്ര. അവിടെ 100 വയസ്സ് കഴിഞ്ഞ ആളുകൾ പോലും വളരെ ആരോഗ്യകരമായിട്ട് ജീവിക്കുന്നുണ്ട് അത്രേ. അതിനൊരു കാരണമുണ്ട്. അവർ അവരുടെ ഏതെങ്കിലും ഇഷ്ടങ്ങളെ എപ്പോഴും പിന്തുടരുന്നവരാണ്. നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ഒന്നുകിൽ ഇഷ്ടമില്ലാത്തൊരു ജോലി സ്വീകരിക്കും. അങ്ങനെയുള്ളവർക്ക് ജീവിതം മുഴുവനും സ്ട്രെസ്സും സ്ട്രെയിനായിരിക്കും. കാരണം അതിൽ നിന്ന് അവർക്കൊരു മോചനമില്ല. പിന്നെ രണ്ടാമത്തെ കൂട്ടർ എന്താ വെച്ചാൽ ബുദ്ധിമുട്ടുള്ള ജോലിയായിരിക്കും. പക്ഷേ ആ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവരുടെ ഇഷ്ടങ്ങളെ പിന്തുടരും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഒരു സുഖം ഉണ്ടാവും. മൂന്നാമത്തെ തരക്കാരാവട്ടെ അവരുടെ പാഷനെ തന്നെയാണ് അവരവരുടെ ജോലിയാക്കി തീർക്കുന്നത്. അതുകൊണ്ട് അവർ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവർക്ക് അതൊരു പ്രശ്നമല്ല. അവരതിനെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടുകളെ അവർ നീക്കം ചെയ്യും. അപ്പോൾ നമുക്കും ഒരു ഇക്കിഗായി ഫോളോ ചെയ്യാം. നമുക്കും ഇഷ്ടമുള്ള എന്ത് ബുദ്ധിമുട്ടുള്ള ജോലിയിലാണെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യത്തിനെ ഫോളോ ചെയ്യാം. അത് നമ്മുടെ ജീവിതത്തിനെ തന്നെ ഒരുപാട് മാറ്റിമറിക്കുന്നതായിട്ട് കാണാം. അപ്പം നമുക്കും ജപ്പാൻകാരെ പോലെ തന്നെ വർത്തമാനകാലത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ഒരു ചായ കുടിക്കുമ്പോൾ വരെ ആ ചായലയുടെ നറുമണവും പാലിൻ്റെ രുചിയൊക്കെ അറിഞ്ഞു കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഒരു അമൃതിൻ്റെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.